ചെങ്കോട്ട സ്ഫോടനത്തിൽ കസ്റ്റഡിയിലുള്ള ഭീകരരിൽ നിന്ന് നിർണായക വിവരങ്ങൾ ശേഖരിച്ച എൻഐഎ കൂടുതൽ ഡോക്ടർമാരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അൽഫലായിലും സഹാറൻപൂരിലെ ആശുപത്രി കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. ഭീകരപ്രവർത്തകൻ ആദിൽ ജോലി ചെയ്തത് സഹാറൻപൂരിലാണെന്ന് കണ്ടെത്തിയിരുന്നു. ഡോക്ടർമാരായ മുസമ്മിൽ, ആദിൽ, ഷഹീന എന്നിവരെ ഇന്ന് വീണ്ടും ചോദ്യം ചെയ്യും. അതേസമയം സ്ഫോടനത്തിൽ 2 കിലോയോളം സ്ഫോടക വസ്തുക്കളാണ് പൊട്ടിത്തെറിച്ചതെന്നാണ് വിവരം. MG മിഥുൻ വിവരങ്ങളുമായി. മിഥുൻ, കരുതിയതിലും വളരെ ആഴത്തിലും വ്യാപിച്ചതുമായ ഒരു ശൃംഖല ഇതിനു പിന്നിലുണ്ട് എന്ന സൂചനകളാണ് എന്തായാലും ഈ ഘട്ടത്തിൽ വരുന്നത്. ഇവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളായിരിക്കും നിർണായകം. ഒപ്പം ഈ ആശുപത്രികൾ കേന്ദ്രീകരിച്ചൊക്കെ അന്വേഷണം വ്യാപിപ്പിക്കുമ്പോൾ അത് എത്രത്തോളം ആഴത്തിലുള്ളതാണ് ഈ ശൃംഖല എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ശ്രീജ, കൂടുതൽ ഡോക്ടർമാരെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് NIA എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഈ ഡോക്ടർമാരായിട്ടുള്ള മുസമ്മൽ, ഷഹീൻ, ഒപ്പം തന്നെ അദിൽ അടക്കമുള്ള ഡോക്ടർമാരെ ഇത്തരത്തിൽ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തിരുന്നു. അതിൽ നിന്നാണ് നിർണായകമായ ചില വിവരങ്ങൾ NIAക്ക് ലഭ്യമായിരിക്കുന്നത്. അതായത് ഈ ഗൂഢാലോചനയുടെ ഭാഗമായി നിരവധി പേർ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ അൽഫല യൂണിവേഴ്സിറ്റിയിലും ഒപ്പം തന്നെ ഈ അദിൽ അഹമ്മദ് വർക്ക് ചെയ്യുന്ന മറ്റൊരു ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ചും ചിലർ പങ്കെടുത്തതായിട്ടുള്ള ഒരു സൂചന ഇത്തരത്തിൽ NIAക്ക് ലഭിച്ചെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ പുറത്തു നിന്നുള്ള സഹായം ഇവർക്ക് വ്യാപകമായി ലഭിച്ചിരുന്നു. ഇതിൻ്റെ മുഖ്യ ആസൂത്രകൻ എന്ന് പറയുന്നത് ഉമർ നബി തന്നെയായിരുന്നു എന്ന് പറയുന്നു. ഒപ്പം തന്നെ വനിതകളെ കേന്ദ്രീകരിച്ച് ചില വനിതാ ഡോക്ടർമാരെ കേന്ദ്രീകരിച്ചും ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഷഹീൻ വളരെ കാലമായി ഇത്തരത്തിൽ ദീർഘകാലമായി ഈ ഒരു ഗൂഢാലോചന ഭാഗമായി ഉണ്ടായിരുന്നു. ആദ്യം ഉമർ നബിക്കൊപ്പം ചേർന്നതും ഷഹീൻ തന്നെയായിരുന്നു. ഈ വനിതാ ചാവേറുകളെ ഇത്തരത്തിൽ റിക്രൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നതായിരുന്നു. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ജെയ്ഷെ മുഹമ്മദിന്റെ ഭാഗത്തു നിന്ന് വരികയും ചെയ്തതാണ്. ആ ബന്ധങ്ങൾ കൃത്യമായി ഷഹീൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് വിദേശ രാജ്യങ്ങളിൽ കേന്ദ്രീകരിച്ചും ഉണ്ടായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ നിരവധി തവണ ഇവർ പോവുകയും ഒപ്പം തന്നെ അവിടെ ചില മീറ്റിങ്ങുകളിൽ പങ്കെടുത്തതായിട്ടുള്ള ചില വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട് എന്നാണ് നമുക്ക് ഈ തരത്തിൽ ഈ NIA വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ അദീൽ അഹമ്മദിന്റെ സഹോദരൻ വിദേശ രാജ്യത്താണ്. അതായത് ഇപ്പോൾ എവിടെയാണ് എന്ന് കൃത്യമായി അറിയില്ല എന്നുള്ളതാണ്. അതായത് തുർക്കിയിൽ നിന്നാണ് കൂടുതൽ സഹായം ലഭിച്ചതെന്ന് പറയുന്നു. ഒരുപക്ഷെ അവിടെ നിന്ന് ഈ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിൽ ഇടനിലക്കാരനായത് ഈ അദീൽ അഹമ്മദിന്റെ സഹോദരനാണ് എന്നാണ് NIA സംശയിക്കുന്നത്. ഇയാൾക്കായി റെഡ് കോർണർ നോട്ടീസ് അടക്കം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഡോക്ടർമാരെ കൂടി ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇന്നലെ 3 ഡോക്ടർമാരെയാണ് അറസ്റ്റ് ചെയ്തത്. അതിൽ ഒരാൾ പത്താൻകോട്ടിൽ നിന്നാണ് പിടിയിലായത്. മറ്റ് 2 പേർ പിടിയിലായത് UP യിൽ നിന്നുമാണ് എന്നുള്ളതാണ്. ഇവരെയും ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. കസ്റ്റഡിയിലാണ് ഇവർ എല്ലാവരും തന്നെ ഉള്ളത്. ഇവർ പലയിടങ്ങളിലായി, അതായത് ഇപ്പോൾ NIAയുടെ പക്കൽ ഉള്ളത് അല്ലെങ്കിൽ NIAയുടെ കസ്റ്റഡിയിലുള്ളത് ഈ 3 പേരാണ്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മുസമ്മൽ, ഒപ്പം തന്നെ ഷഹീൻ, മറ്റൊന്ന് അദീൽ അഹമ്മദ്. ഇവരെ കേന്ദ്രീകരിച്ചാണ്. കാരണം ഈ ഗൂഢാലോചനയിൽ ഉമർ നബി കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് നിന്ന് പ്രവർത്തിച്ചതും ഒപ്പം തന്നെ ഈ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോയതും ഇവരുടെ കാറുകളിലൊക്കെ ആയിരുന്നു. ഇവരുടെ കാറുകളിൽ നിന്നാണ് ഇത് പിടിച്ചെടുക്കുകയും ചെയ്തത്. എന്താണ് ഇവർ ഉദ്ദേശിച്ചതെന്നുള്ള ഒരു വ്യക്തമായ ചിത്രം ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള നടപടികളിലേക്ക് NIA സംഘം കടക്കുകയും ചെയ്തു. മറ്റൊന്ന്, ഈ ഉമർ നബിക്ക് കൂടുതൽ സഹായങ്ങൾ പുറത്തുനിന്ന് ലഭിച്ചിട്ടുണ്ട്. അതായത് ഇന്ത്യയിൽ നിന്ന് തന്നെ ഈ ഡോക്ടർമാരുടെ ഇടപെടലല്ലാതെ മറ്റ് വ്യക്തികളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. നൂഹിൽ നിന്ന് ചില ഏകദേശം ഒരു 20 ദിവസത്തോളം ഈ ഉമർ നബി അവിടെ ഒരു വസതിയിൽ താമസിച്ചിരുന്നു. താമസ സൗകര്യമൊക്കെ ഏർപ്പെടുത്തി കൊടുത്ത ആളെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. അധിക നാളായിട്ട് ഇവർ പരിചയത്തിലായിട്ട് വളരെ കാലമായിട്ടില്ല എന്നാണ് NIA നൽകുന്ന വിവരം. ആ ആളുകളെ കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ അതിൽ ഇടനില നിന്ന വ്യക്തിയെക്കുറിച്ചുമൊക്കെ ഇപ്പോൾ പരിശോധന നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഉമർ നബി ഈ ബോംബ് വിദഗ്ധനാണ്, അതായത് ബോംബുകൾ നിർമ്മിക്കുന്നതിൽ വിദഗ്ധനാണ്, അത് കൈകാര്യം ചെയ്തതിലൊക്കെ വിദഗ്ധനാണ് എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഈ അന്വേഷണത്തിലേറെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ അമോണിയം നൈട്രേറ്റ് പോലെയുള്ള മാരക സ്ഫോടക വസ്തുക്കൾ ലഭ്യമായത് എവിടെ നിന്നാണ്, അവ ഏത് തരത്തിലാണ് ഇവർ ഈ ഒരു സ്ഫോടന പരമ്പര നടത്താൻ ഉദ്ദേശിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു. അതിനിടെ അൽഫല യൂണിവേഴ്സിറ്റിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ
അൽഫല യൂണിവേഴ്സിറ്റിക്ക് നാക് അക്രഡിറ്റേഷൻ ഉണ്ട് എന്നുള്ള തരത്തിലുള്ള ചില വ്യാജ പ്രചരണങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. അത് വ്യാജമാണെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് ഈ സൈറ്റ് പോലും അവർ ഇപ്പോൾ ഉപേക്ഷിച്ചിരിക്കുന്നതായിട്ടാണ് അറിയുന്നത്. അതിനുശേഷമാണ് 7 ദിവസത്തിനുള്ളിൽ കൃത്യമായ മറുപടി, കൃത്യമായ വിശദീകരണം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ FIR അൽഫല യൂണിവേഴ്സിറ്റിക്ക് എതിരെയും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും എവിടെ നിന്നാണ് ഇവർക്ക് ഫണ്ടുകൾ ലഭിച്ചിട്ടുള്ളത്? അതിനിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ നൗഗാമിലുണ്ടായ സ്ഫോടനം അത് കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്.